തൊഴിലാളി വർഗ പാർട്ടി എന്ന് ഉറ്റം കൊള്ളുന്ന CPM-ന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയണമെങ്കിൽ ശ്രീകാര്യം സ്വദേശി സാംരാജിനോട് ചോദിക്കണം. കൊടിപിടിക്കാനും തല്ലുകൊള്ളാനും മാത്രമല്ല, നേതാക്കളുടെ മക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുടപിടിക്കാൻ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞക്രമിക്കാനും പാർട്ടിക്ക് പാവപ്പെട്ട തൊഴിലാളികൾ തന്നെ വേണം. കഴിഞ്ഞ മെയ് 27-നാണ് കേരളത്തെ ഞെട്ടിച്ച ആ അക്രമം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനം CPM DYFI പ്രവർത്തകർ അടിച്ചു തകർത്തപ്പോൾ തരിപ്പണമായത് ശ്യാംരാജ് എന്ന ആ സാധു ഡ്രൈവറുടെ അന്നമാണ്. അന്ന് സംഭവം വൻ വിവാദമായപ്പോൾ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വലിയ ഡയലോഗ് അടിച്ച ഒരു നേതാവുണ്ട്, സാക്ഷാൽ AA റഹീം. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിൽ പാർട്ടി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നും ശ്യാംരാജിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും കാർ പൂർണ്ണമായി പണിതു നൽകുമെന്നും ഒക്കെ റഹീം MP അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നെഞ്ചത്തടിച്ചു പറഞ്ഞു. സ്വന്തം പാർട്ടിക്കാരനായ ഒരു CITU ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ആ പാവം ഡ്രൈവർ സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന നേതാവും MP-യുമായ റഹീമിൻ്റെ വാക്കുകൾ അങ്ങ് വിശ്വസിച്ചു. ദിവസങ്ങൾ കാത്തിരുന്നു, ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ക്യാമറകൾ ഓഫായപ്പോൾ സാക്ഷാൽ റഹീം MP-യും മുങ്ങി, കൊട്ടിഘോഷിച്ച CPM-ഉം മുങ്ങിപ്പോയി. പിന്നീട് ആരും ആ പാവപ്പെട്ടവൻ്റെ വഴിക്ക് വന്നിട്ടേയില്ല. ബാങ്ക് വായ്പയെടുത്ത് വാങ്ങിയ കാർ ലക്ഷങ്ങളുടെ പണിയുമായി വർക്ക്ഷോപ്പിൽ കിടപ്പിലായതോടെ ശ്യാംരാജിൻ്റെ ജീവിതം പൂർണ്ണമായും വഴിമുട്ടി. 5 ലക്ഷം രൂപ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ വാഹനം ജപ്തി ചെയ്യുമെന്ന് ഫിനാൻസ് കമ്പനിക്കാർ നോട്ടീസ് അയച്ചു. ഒരു ഭാഗത്ത് വായ്പാ തിരിച്ചടവ്, മറുഭാഗത്ത് കുടുംബം പോറ്റാനുള്ള നെട്ടോട്ടം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ ടാക്സി ഡ്രൈവർ ജീവിക്കാൻ വേണ്ടി പെയിൻറ്റിംഗ് പണിക്ക് പോയി തുടങ്ങി. എവിടെ പോയി റഹീം MP-യുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള ചോദ്യം ഉയർന്നു വന്നു. എവിടെ പോയി പാർട്ടിയുടെ തൊഴിലാളി സ്നേഹമെന്നുള്ള ചോദ്യവും അതിനൊപ്പം ഉയർന്നു. സ്വന്തം പാർട്ടിക്കാരൻ്റെ അന്നം മുട്ടിയിട്ട് അവൻ പെയിൻ്റ് അടിക്കാൻ പോകുന്ന ഗതികേട് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാത്തവരാണോ കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യവും അതിനൊപ്പം ഉണ്ടായി. എന്നാൽ ഈ കഥയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. പാർട്ടി കൈവിട്ട CITU തൊഴിലാളിക്കൊടുവിൽ കാവലായി എത്തിയത് സാക്ഷാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയാണ്. തങ്ങളുടെ ഔദ്യോഗിക ആവശ്യത്തിനായി വിളിച്ച വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ആ ഡ്രൈവറുടെ കണ്ണീർ ED ഉദ്യോഗസ്ഥർ കണ്ടു. 2 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കാറിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി 1.25 ലക്ഷം രൂപ ED അധികൃതർ ശ്യാംരാജിന് നഷ്ടപരിഹാരമായി കൈമാറി. റഹീം MP-യുടെയും CPM-ന്റെയും വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായി അവസാനിച്ചപ്പോൾ പാർട്ടി ശത്രുപക്ഷത്ത് നിർത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ആ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പേണ്ടി വന്നു എന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. വിപ്ലവം പ്രസംഗിക്കാനും നേതാക്കളെ ന്യായീകരിക്കാനും മാത്രം തൊഴിലാളികളെ ഉപയോഗിക്കുന്ന CPM നേതൃത്വം അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നടുറോഡിൽ തള്ളുന്നു എന്നതിൻ്റെ ജീവിക്കുന്നൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഇത് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും, പ്രത്യേകിച്ച് ചെങ്കൊടി വിശ്വസിച്ച് പിടിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ശ്യാംരാജിൻ്റെ വാഹനം ഇപ്പോൾ നിരത്തിലിറങ്ങി. ഒപ്പം CPM-ന്റെയും റഹീം MP-യുടെയും പൊള്ളത്തരങ്ങളും തനിനിറവും ജനങ്ങൾ അറിയുകയും ചെയ്തു.